എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഇതാണ് കേട്ടോ നമ്മൾ പകൽ വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതിയിലെ ഒച്ചകളും എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഈ വോയിസിൽ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഒരു മണ്ടാല ആർട്ടാണ്. പഴയ മൊബൈൽ കവർ എല്ലാ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ അതൊന്ന് പുതുതാക്കി എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആക്രിലിക് പെയിൻറ്റ് മാത്രമാണ് ഇതിന് പുതുതായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പഴയ മൊബൈൽ കവർ. അത്യാവശ്യം കട്ടയ്ക്ക് നല്ല പഴയത് തന്നെയാണ്. അത് ഒന്ന് പുതുതാക്കി ഒന്ന് എടുക്കാനുള്ള പരിപാടിയാണ് ഇന്ന്. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഇതുപോലെ ഓരോ മൊബൈൽ കവർ. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ ഒന്ന് പുതുതാക്കി എടുക്കാമെന്നുള്ളതാണ്. അതിന് വേണ്ടി വൈറ്റ് ഗ്ലൂ ഫെവിക്കോളും പിന്നെ ടാൽക്കം പൗഡർ അതാണ് വേണ്ടത്, നമ്മുടെ സാധാ പൗഡർ. അതിലേക്ക് കുറച്ച് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ശരിക്ക്. നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് ഫെവിക്കോൾ ഉപയോഗിക്കുന്നത് അതിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാനാണ്. അതായത് ശരിക്കും മിനുസായിരിക്കില്ല. ആക്രിലിക് പെയിൻറ്റ് വെച്ച് മാത്രം നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് പേപ്പറിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു സ്പോഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അതിങ്ങനെ പഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്പോഞ്ച് ആയിരിക്കുമ്പോൾ ഈ ഒരു ടെക്സ്ചർ നമുക്ക് മുഴുവനായിട്ട് കിട്ടും. ശരിക്കും ഇത് മിനുസ പ്രതലത്തിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മുടെ മണ്ഡല ആർട്ടാണ് ഇതിൽ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശരിക്കും വേണ്ടത് മിനുസായിട്ടുള്ള പ്രതലത്തിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സംഭവത്തിലാണ്. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വേറെ കളർ വെച്ച് ചെയ്താൽ ഇങ്ങനെ തന്നെ മതി. മൊബൈൽ കവറ് നല്ല രീതിക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഇത്രയും കളർ പെയിൻറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ അധികം ലൈറ്റായിട്ടുള്ള കളറുകളാണ് എടുത്തത്. പിന്നെ ഈ കണ്ട സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണ്. മണ്ഡല ആർട്ടിൻ്റെ ടൂൾസൊന്നുമല്ല. നമ്മുടെ കയ്യിൽ റൗണ്ട് ഷേപ്പിലുള്ള എല്ലാ സംഭവങ്ങളും എടുക്കുക. അപ്പം ഞാൻ പെൻസിലുകൾ, ബ്രഷിൻ്റെ ബാക്ക് ഭാഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ട്. ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുന്ന ആ ഗ്ലൂ, അത് ഇതിൽ റൗണ്ടായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതിനെടുക്കുന്നത്. പിന്നെ ബഡ്സ് ഇല്ലേ, ഇത് ഫെവിക്കോൾ വൈറ്റ് ഗ്ലൂവിൽ മുക്കിയതാണ്. അപ്പോൾ അത് ഒട്ടിപ്പിടിച്ച് നിൽക്കും. പിന്നെ ടൂത്ത് സ്റ്റിക്ക്, അങ്ങനെ പല പല സംഭവങ്ങളും നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ആദ്യം ഈ ഭാഗം നമ്മൾ സെൻറ്റർ കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോമ്പസ് വെച്ചിട്ട് കറക്റ്റ് റൗണ്ട് വരച്ചിട്ടും ചെയ്യാം. നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അത് ഏകദേശം ഒരു ഐഡിയ കണ്ടിട്ട് അങ്ങനെ ചെയ്യുകയാണ്. പെയിൻറ്റുകൾ നമുക്ക് വേണ്ട ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ റൗണ്ട് ഇട്ടത് ഫെവിക്കോൾ MRൻ്റെ ചെറിയ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടാണ്. കറക്റ്റ് വട്ടം കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്തത് ബ്രഷാണ്. ബ്രഷ് കൊണ്ട് ഇങ്ങനെ കറക്റ്റ് 4 ഭാഗങ്ങളായിട്ട് ആ സെൻറ്ററിൽ വരച്ചതിന് ഇടുക. എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പുകൾ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അത്രേ ഉള്ളൂ ഇത് സംഭവം. ഇത് കോമ്പസ് വെച്ചിട്ട് നമുക്ക് ഓരോ പോർഷനും വരച്ചെടുത്തിട്ട് അതിൽ സെൻറ്ററിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. നമ്മളിപ്പോൾ അത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. എളുപ്പത്തിൽ എങ്ങനെ ഭംഗിയിൽ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ വരച്ച അളവ് റെഡിയാക്കിയിട്ടൊന്നും ഞാൻ ഒരു ക്രാഫ്റ്റ് അധികം ചെയ്യാറില്ല. ഏകദേശം അത് കറക്റ്റായിട്ട് വരാറുണ്ട്. ഇതും അതുപോലെ തന്നെ എല്ലാം 4 ഭാഗങ്ങളാക്കിയിട്ട് 6 ഭാഗങ്ങളാക്കി അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ നമ്മൾ കറക്റ്റാക്കി ചെയ്യുന്നുണ്ട്. മുഴുവൻ ഭാഗങ്ങൾ ഞാൻ കാണിക്കുന്നില്ല.
ഏകദേശം എല്ലാ ഭാഗങ്ങളും കിട്ടുന്ന രീതിയിൽ കണ്ടില്ലേ, ഏകദേശം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടൂത്ത് സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ രണ്ടറ്റവും രണ്ട് വണ്ണത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ ചെറുതായിട്ട് ഓരോ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, വലിയ റൗണ്ട് വരുന്നതിൻ്റെയൊക്കെ ഇടയിലായിട്ട്. ഇനി നമ്മൾ പെൻസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് തന്നെയാണ് അടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റാക്കി മെല്ലെ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന സംഭവങ്ങളല്ലേ, അപ്പോൾ അതെല്ലാ വീട്ടിലും കാണും. പിന്നെ ഇത്തരം ഐറ്റം ആക്രി സാധനങ്ങൾ അതും മതി ഇതിന്. മണ്ഡല ആർട്ടിൻ്റെ ടൂള് എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, അത് എത്തിയിട്ട് വേണം. അതിനു മുന്നേ നമ്മളൊന്ന് ചെയ്തതാണ്. പിന്നെ ഇതുപോലുള്ള മണ്ഡല ആർട്ട് ഞാൻ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഐക്കാർഡിൽ കാണിക്കാം. അത് കാണേണ്ടവരൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ ബിയർ ബോട്ടിലിൽ ഇതുപോലൊരു ഡിസൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് മുന്നേ ഞാൻ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇതുപോലെ നമ്മൾ കറക്റ്റ് ഭാഗങ്ങളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ഭാഗങ്ങളിൽ നമ്മൾ ചെറിയ പെൻസിലിൻ്റെ ഭാഗം കൊണ്ടും അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം അത് മുഴുവൻ നമുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗി വരും ഇത്. കറക്റ്റായിട്ട് നമ്മൾ വരച്ചൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് തന്നെ കിട്ടും. ബഡ്സിൻ്റെ ബാക്ക് കൊണ്ടാണ് നമ്മൾ വൈറ്റിൽ ആ കട്ടിയിലുള്ള പുള്ളി ഇട്ട് കൊടുത്തത്. അതിന് ശേഷം ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നമുക്ക് വേണ്ട രീതിയിൽ ബ്രഷിൽ പെൻസിലിൻ്റെ ബാക്കിൽ ഇത് മുക്കിയതിന് ശേഷം നമ്മളങ്ങനെ വേണ്ട രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയിൽ ഇത് വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ബ്രഷിൻ്റെ ബാക്കിൽ നമ്മൾ പെയിൻ്റ് ആക്കിയിട്ട് കുറച്ച് ഡോട്ട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൂത്ത് സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ഇടയും നല്ല രീതിയിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഉള്ള ഡോട്ടുകൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിങ്ങനെ ഇട്ടിട്ട് ഇതിന് ചെറുതായിട്ട് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ബാക്കി നമ്മൾ താഴെ കാണുന്ന ബ്ലാക്ക് കാണുന്ന ഭാഗങ്ങളിൽ 2 ലൈനായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തേക്കാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഈ സംഭവം വെച്ചിട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നു. അത്രമാത്രം ചെയ്തെടുത്താൽ തന്നെ മതി. അപ്പോൾ തന്നെ നമുക്കൊരു ഭംഗിയിൽ നല്ലൊരു സംഭവമായിട്ട് കിട്ടും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ മണ്ഡല ആർട്ട് ചെയ്യുന്നത്. അത് പല രീതിയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ കവറിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശ ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വൈറ്റ് കളർ വെച്ചിട്ട് നമ്മൾ സൈഡ് കൂടി കവർ ചെയ്താൽ
ഫുള്ളായി നമ്മുടെ ഈ സംഭവം, ഇന്നത്തെ സംഭവം മുഴുവൻ നമുക്ക് ഫുള്ളായി കിട്ടി. സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു പുള്ളി ഇട്ടിട്ട് ചുറ്റുഭാഗം ഒന്ന് ആ വൈറ്റ് കളറൊന്ന് കുറച്ചൊന്ന് കുറയാനും വേണ്ടി ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് വർക്കാണ്. നല്ല ഭംഗിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് പോളിഷ് കിട്ടും. അതാണ് ഇതിന് ഏറ്റവും നല്ലത്. നമ്മുടെ കയ്യിൽ സ്ലീക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ഇതിലും അപ്ലൈ ചെയ്തെടുക്കുക. ഉണ്ടല്ലേ, നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഭാഗങ്ങളൊക്കെ ഇനി നമ്മൾ സ്ലീക്കാണ് നമ്മുടെ കയ്യിലുള്ളത് വാർണിഷ്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെയിൻ്റൊക്കെ ഇളകുന്നതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ വർക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ സ്ലീക്കൊക്കെ അടിച്ചതിന് ശേഷം നല്ല വൃത്തിക്ക് കിട്ടിയതാണ്. മൊബൈൽ കവറാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.